നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ ഹലോ, രാധികയാണോ? അതെ. രാധിക, ഞാൻ ശ്രീകുമാർ, മ്യൂസിക് ഡയറക്ടർ. സർ, ക്ഷേത്രത്തിൽ നടന്ന ഒന്നും ഇവിടെ നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് വേണ്ടമ്മേ, അങ്ങനെ ഒരു പരീക്ഷണത്തിനൊന്നും ഞാനില്ല. അപ്പൊ നിന്റെ യശോദയുടെയും തീരുമാനം അതാണ്. എന്താ നിന്റെ തീരുമാനം? തല കുനിച്ച് നിക്കണ്ട, മറുപടി പറ. ഞാനിത് അഴിച്ചു മാറ്റില്ല. എന്നാ എന്റെ തീരുമാനം കേട്ടോളൂ. ഈ നാണക്കേട് അവസാനിപ്പിക്കാതെ ഈ താലി ഇവളുടെ കഴുത്തിൽ നിന്നും മാറ്റുന്നത് വരെ ഞാൻ നിരാഹാരവ്രതത്തിലായിരിക്കും. ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നത്? മകളുടെ കഴുത്തിലെ താലി സൂക്ഷിക്കണോ, അമ്മയുടെ ജീവൻ രക്ഷിക്കണോ? നീ തീരുമാനിക്കും. അച്ഛാ, എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛന് മനസ്സിലാവുന്നില്ല മോളെ. ക്ഷേത്രമുറ്റത്ത് സംഭവിച്ച കാര്യങ്ങള് പ്രകൃതിയുടെ വെറും ചലനങ്ങളായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാ മുത്തശ്ശി പറയുന്നതിൽ വസ്തുതയും തള്ളിക്കളയാൻ പറ്റുന്നില്ല. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാം, അല്ലേ യശോദേ? പത്മിനി, ഞാൻ ചിലപ്പോൾ കുറച്ച് താമസിക്കും. അഡ്വക്കേറ്റിനെ കണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുത്തണം. വരുണിന്റെ പേരിലേക്ക് മുഴുവൻ കാര്യങ്ങളും മാറ്റാനുള്ള നടപടികൾ 1-2 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കിയേ പറ്റൂ. അല്ല, തനിച്ചു പോണ്ട, വയ്യാത്തതല്ലേ. ഞാൻ വരുണിനോട് പറയാൻ കൂടെ വരാൻ. വേണ്ട, അവനാണ് കൂടെ വരുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ അറിയുന്ന നിമിഷം തന്നെ അവനത് മുടക്കും. അത് ശരിയാ ഏട്ടത്തി. ഏട്ടന്റെ കൂടെ ഞാൻ പോകാന്ന് വെച്ചാല് ഇന്ന് ശമ്പള ദിവസം, നമ്മുടെ എസ്റ്റേറ്റുകളിലൊക്കെ പോണം. വലിയച്ഛൻ തനിച്ചു പോണ്ട, ഞാൻ കൂടെ വരാം. അതിന് നിനക്കിന്ന് ഒരു യാത്രയുണ്ടെന്ന് പറഞ്ഞില്ലേ കൂട്ടുകാരോടൊപ്പം? ഏയ്, അതവന്മാര് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാ. പക്ഷേ വലിയച്ഛന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനതൊന്നും കാര്യമാക്കില്ല. നിങ്ങൾ ഒന്നിച്ചു പോയിട്ട് വായേട്ടാ. ഗൗതം, വല്യച്ഛന്റെ മരുന്നുകൾ കയ്യിലെടുത്തോളണം. കൃത്യസമയത്ത് ഭക്ഷണം കഴിപ്പിക്കണം. യാത്രയിൽ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ നിർത്തി വഴിയിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കണം. ഇതെന്താടോ, വലിയ രോഗികളെ കൊണ്ടു നടക്കുന്നത് പോലെയാണല്ലോ നീ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. വലിയച്ഛന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. വലിയ, നമുക്ക് ഇറങ്ങിയാലോ? നീ നിന്റെ കൂട്ടുകാരോടൊത്തുള്ള യാത്ര മുടക്കുന്നത് എനിക്ക് താല്പര്യമില്ല. അവരുമായിട്ടുള്ള യാത്ര എനിക്ക് എപ്പോഴും ആവാം. വലിയച്ഛന്റെ കൂടെ കിടക്കാൻ എനിക്ക് അവസരം കിട്ടാറില്ലല്ലോ. വലിയച്ഛൻ വരൂ. പത്മിനി, ശരി അമ്മ, പോയി വരാം. ശരി. ഏട്ടത്തി ടെൻഷനാവൊന്നും വേണ്ട. അവന്റെ മനസ്സിൽ ദൈവത്തെ പോലെയാ വല്യച്ഛൻ. അവൻ നോക്കിക്കോളും. കണ്ടില്ലേ ഉർവശി, കാര്യങ്ങൾ പതുക്കെ മാറി മാറി വരുന്നത്. ഏട്ടന്റെ മുന്നിൽ ഗൗതം ഒരു അടിമയെ പോലെ നിൽക്കും. ഈ യാത്ര കഴിഞ്ഞ് ഏട്ടൻ തിരിച്ചു വരുമ്പോ ഗൗതത്തെക്കുറിച്ച് ഏട്ടന് നല്ലത് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. വരുണിന്റെ സ്ഥാനത്ത് നമ്മുടെ മോനെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള ആദ്യ ചടങ്ങാ നടക്കുന്നേ. അച്ഛനും മോനും കൂടി തീരുമാനിച്ചതാണോ ഇതൊക്കെ?
അല്ലാതെ പിന്നെ പോകുന്ന സ്ഥലത്ത് എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അവനത് തെറ്റിക്കില്ല. അമ്മേ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ആർക്ക്? അമ്മയ്ക്ക്. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ യശോദേ. പിന്നെന്തിനാ നിർബന്ധിക്കുന്നത്? കുറച്ചു ദിവസം കഴിയട്ടെ. അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. അവളുടെ മനസ്സിൽ ഒരു കണക്കുകൂട്ടലുണ്ട്. അത് നീ പ്രസവിച്ച മകളെ ഇല്ലാതാക്കുക എന്ന്. അതിന് കൂട്ടു നിൽക്കുകയാണോ നീ? പ്രസവിച്ച മകളോട് നിനക്ക് സ്നേഹമില്ലെങ്കിലും എനിക്കതിന് കുറവൊന്നും വന്നില്ല. എനിക്ക് പ്രിയങ്കമോളുടെ ജീവിതമാ പ്രധാനം. അതിന് നീ രാധികയുടെ കഴുത്തി കിടക്കുന്ന താലി ഊരിയേ പറ്റൂ. എന്താ ഇവിടെ? ഭക്ഷണം എടുത്തു വെച്ചിട്ട് അമ്മ വരുന്നില്ല. എന്താ അമ്മ ഇത്? ഇന്നലെ നീ എന്താ പറഞ്ഞത്? കുഞ്ഞുനാൾ മുതൽ വിശ്വാസിയാണ്, ക്ഷേത്രത്തിലെ പൂജാരിയാണ്, അതനുസരിച്ച് നിനക്ക് നടക്കാൻ പറ്റൂ എന്നൊക്കെയല്ലേ? ഒരാൾ എടുത്തിരിക്കുന്ന വ്രതം നിർബന്ധിച്ച് അവസാനിപ്പിക്കാൻ പാടുള്ളതാണോ? ഞാൻ വ്രതം എടുക്കുന്നത് എന്റെ കൂടി വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിന്റെ പേരിൽ ചത്താലും എനിക്ക് ഒരു പ്രശ്നവും. മോളുടെ ധിക്കാരങ്ങൾ അംഗീകരിച്ചു കൊടുക്കണമെന്നല്ലേ നിങ്ങളുടെ മനസ്സിലുള്ളൂ? അത് നടന്നോട്ടെ. മുത്തശ്ശി, ഭക്ഷണം കഴിക്കാം. ഇതെല്ലാം ചെയ്തു തീർത്തിട്ട് ഇവരുടെ മുന്നിൽ നല്ല പിള്ള ചമയുന്നതൊക്കെ കൊള്ളാം. എന്റെ മുന്നിൽ അത് വേണ്ട. മനസ്സിലായോ? വിശക്കുമ്പോ വാശിയൊക്കെ മാറിക്കോളും. ഹലോ. ഹലോ, രാധികയാണോ? അതെ. രാധിക, ഞാൻ ശ്രീകുമാർ, മ്യൂസിക് ഡയറക്ടർ. സർ, ഞാൻ വിനയ മേഡത്തിന്റെ അടുത്തുനിന്നാ കുട്ടിയുടെ നമ്പർ വാങ്ങിയത്. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ സർ, പറഞ്ഞോളൂ. ഓക്കെ സർ, ഞാനൊന്ന് അച്ഛനോട് ചോദിച്ചിട്ട് പറയാം. ഓക്കെ, ശരി. ശരി സർ, താങ്ക് യു. എന്താ മോളെ? അച്ഛാ, അന്ന് ശ്യാമ മാഡത്തിന്റെ ഒപ്പം എന്നെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിച്ചില്ലേ ശ്രീ ഉമ സാർ? അദ്ദേഹം ഇപ്പൊ വിളിച്ചത്. ഏതോ ഒരു പാട്ട് ശ്യാമ മാഡം പാടി തുടങ്ങിയതാ. മാഡത്തിന് വയ്യാതെയായി. എന്നോട് പകരം പാടാൻ പറ്റുമോന്ന് ചോദിച്ചാ വിളിച്ചത്. ശ്യാമ മേഡത്തിന് പകരോ? അതെ അമ്മേ, അങ്ങനെയാ പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.